Good morning to all. Today I am going to teach environmental clearance, procedure for environmental clearance, objectives of environmental clearance. First we start with the meaning of environmental clearance. Enterprises are required to obtain statutory clearance relating to pollution control and environment for setting up of an industrial unit. അതായത് ഒരു ഓൺട്രപ്രനറിന് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പൊല്യൂഷൻ കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസും ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഓൺട്രപ്രനേഴ്സിന് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് under the Environmental Protection Act 1986 has listed 29 projects in respect of which environmental clearance need to be obtained. അതായത് 29 പ്രൊജക്റ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 അനുസരിച്ച് 29 പ്രൊജക്റ്റിന് ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലിസ്റ്റിൽ ദിസ് ലിസ്റ്റ് ഇൻക്ലൂഡ് ഇൻഡസ്ട്രീസ് ലൈക്ക് പെട്രോകെമിക്കൽ കോംപ്ലക്സിറ്റീസ്, പെട്രോളിയം റിഫൈനേഴ്സ്, സിമെൻറ്റ്, തെർമൽ പവർ പ്ലാന്റ്സ്, ബൾക്ക് ടങ്ക്സ്, ഫെർട്ടിലൈസർ, ഡൈസ്, പേപ്പർ എക്സെട്ര. ഇങ്ങനത്തെ ഐറ്റംസാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അനുസരിച്ച് ഈ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദി ഓൺട്രപ്രനേഴ്സ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റ്. ഒന്നുകൂടി നോക്കാം. എൻ്റർപ്രനേഴ്സ് ആർ റിക്വയർഡ് ടു ഒബ്റ്റെയിൻ സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് റിലേറ്റിംഗ് ടു പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് എൻവയോൺമെൻറ്റ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് എൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഒരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓൺട്രപ്രനേഴ്സിന് സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. 29 പ്രോജക്ട്സ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 അണ്ടറിൽ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് ആവശ്യമാണ്. ഓക്കെ, ദെൻ വി മൂവ് ടു ദി പ്രൊസീജിയർ ഫോർ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. ദീസ് ആർ ദ പ്രൊസീജിയർ ഫോർ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ്. ഫസ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ലൊക്കേഷൻ. സെക്കൻഡ്, സ്ക്രീനിങ്. തേർഡ്, അസസ്മെൻറ്റ്. ഫോർത്ത്, പബ്ലിക് ഹിയറിംഗ്. ഫിഫ്ത്ത്, അപ്ലിക്കേഷൻ. Sixth, environmental appraisal. Seventh, issue of clearance or rejection letter. First we start with the identification of the location. The location for the proposed project should always be selected according to which it should be compliant with the existing guidelines. അതായത് എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈറ്റുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദ ലൊക്കേഷൻ ഫോർ ദി പ്രപ്പോസ്ഡ് ഷുഡ് ഓൾസോ ബി സെലക്റ്റഡ്. ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസിൻ്റെ അണ്ടറിലാണോ എന്ന് നോക്കണം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൊക്കേഷൻ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസിൻ്റെ അണ്ടറിലല്ലെങ്കിൽ നമ്മൾ വേറെ സൈറ്റ് നോക്കണം. ഓക്കെ, ഇഫ് ദ പ്രൊജക്റ്റഡ് സൈറ്റ് എനിവേ ഡസ് നോട്ട് കോംപ്ലൈ വിത്ത് ദ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ദെൻ പ്രൊപ്പോണൻറ്റ് ഫോർ ദ സൈറ്റ് ഹാസ് ടു ചൂസ് അനദർ സൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ലൊക്കേഷൻ എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസിൻ്റെ അണ്ടറിലുള്ള ലൊക്കേഷനാണോ എന്ന് നോക്കണം. അങ്ങനെ ലൊക്കേഷൻ അല്ലെങ്കിൽ വേറെ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വേണ്ടത് സ്ക്രീനിങ്. ദ പ്രൊജക്റ്റ് പ്രൊപ്പോണൻറ്റ് ഷുഡ് ദെൻ അസസ് വിച്ച് കാറ്റഗറി ഓഫ് ദി പ്രൊജക്റ്റ് ദ പ്രൊപ്പോസ്ഡ് ഓർ കമ്മിങ് പ്രൊജക്റ്റ് ആക്ച്വലി ഫാൾ ഇൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് അയാൾ സെലക്ട് ചെയ്യണം. സെക്കൻഡ് സ്റ്റേജിൽ സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ്ങിൽ പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്. അതായത് കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി എ ഉണ്ട്, കാറ്റഗറി ബി ഉണ്ട്. അപ്പോൾ ഈ ഏത് കാറ്റഗറിയിലാണ് പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കണം. ഇഫ് ദ പ്രൊജക്റ്റ് ഫാൾസ് ഇൻ ബി കാറ്റഗറി ദ പ്രൊജക്റ്റ് ഗോസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ക്ലിയറൻസ്. അതായത് പ്രൊജക്റ്റ് കാറ്റഗറി ബിയിലാണ് പോകുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് ക്ലിയറൻസിന് പോകുന്നത്. വിച്ച് ഫർദർ കാറ്റഗറൈസ് ഇൻ ടു, അതിനെ ഫർദർ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് B1 ആൻഡ് B2 പ്രൊജക്റ്റുകളുടെ പ്രത്യേകത വിച്ച് ഡസ് നോട്ട് റിക്വയർ പ്രിപ്പറേഷൻ ഓഫ് EIA റിപ്പോർട്ട്. EIA റിപ്പോർട്ട്
പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് B2 പ്രൊജക്റ്റുകളിൽ. അപ്പോൾ ബി കാറ്റഗറീനെ ഫർദർ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് B1 B2. അതിൽ B2 പ്രൊജക്റ്റിന് എന്ത് വേണ്ട, EIA റിപ്പോർട്ട് വേണ്ട. അപ്പോൾ സ്ക്രീനിങ് സ്റ്റേജിൽ നോക്കുന്നത് ഏത് കാറ്റഗറിയിലാണ് ആ പ്രൊജക്റ്റ് ഫോളോ ചെയ്യുന്നതെന്ന്. കാറ്റഗറി A ആണോ, കാറ്റഗറി B ആണോ, അല്ലെങ്കിൽ ബിയുടെ സബ് ഡിവിഷനായ B1 അല്ലെങ്കിൽ B2 പ്രൊജക്റ്റിലാണോ എന്ന് മെഷർ ചെയ്യുന്നതാണ് സ്ക്രീനിങ് സ്റ്റേജിൽ. തേർഡ് സ്റ്റേജ് അസസ്മെൻറ്റ്. അതായത് ആഫ്റ്റർ EIA റിപ്പോർട്ട് ഈസ് റെഡി, the investor approaches the concerned state pollution control board and state forest department. അതായത് EIA റിപ്പോർട്ട് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ആരുടെ അടുത്തേക്ക് പോകും, അതായത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തേക്ക് ക്ലിയറൻസിന് വേണ്ടി പോകും. നെക്സ്റ്റ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത് ഇവാലുവേറ്റ് ചെയ്ത് അസസ് ചെയ്യും the quality of effluents likely to be generated by the proposed unit as well as the efficiency of the control measures proposed by the investor to meet proposed standards. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് ദ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദാറ്റ് പ്രപ്പോസ്ഡ് യൂണിറ്റ് വിൽ മീറ്റ് ഓൾ ദ പ്രിസ്ക്രൈബ്ഡ് എഫ്ലുവൻറ്റ് ആൻഡ് എമിഷൻ സ്റ്റാൻഡേർഡ് ഇറ്റ് ഇഷ്യൂസ് കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ്. അതായത് സ്റ്റേറ്റ് കൺട്രോൾ പൊല്യൂഷൻ ബോർഡ് എല്ലാം ചെക്ക് ചെയ്യും. അതായത് അത് അവരുടെ സ്റ്റാൻഡേർഡിലാണോ ആ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ്സുകൾ ചെക്ക് ചെയ്യും. അതായത് എഫ്ലുവൻ്റ് ആൻഡ് എമിഷൻ സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് അവർ മെഷർ ചെയ്ത് അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആ പർട്ടിക്കുലർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അപ്രൂവൽ കൊടുക്കും. ഈ അപ്രൂവൽ വാലിഡ് 15 ഇയേഴ്സിന് മാത്രമേ വാലിഡ് ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് ക്യാൻസലായി പോകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്തത് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് ലൊക്കേഷൻ പർട്ടിക്കുലർ ഗൈഡ് ലൈൻസിൻ്റെ അണ്ടറിലുള്ള ലൊക്കേഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റേജിൽ നടത്തിയത് സ്ക്രീനിങ് പ്രോസസ്സാണ്. സ്ക്രീനിങ് പ്രോസസ്സിൽ ആ പ്രൊജക്റ്റ് ഏത് കാറ്റഗറിയിലാണ്, അതായത് കാറ്റഗറി A ആണോ, കാറ്റഗറി B ആണോ, അല്ലെങ്കിൽ B1 B2ലാണോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നോക്കണം. തേർഡ് അസസ്മെൻറ്റ് ചെയ്യാണ്. അതായത് EIA റിപ്പോർട്ട് റെഡിയായി കഴിയുമ്പോൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് ഫോർവേഡ് ചെയ്യും. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ പർട്ടിക്കുലർ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് അത് അവരുടെ ഗൈഡ് ലൈൻസ് അണ്ടറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് അപ്രൂവ് ചെയ്യും, ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ഈ അപ്രൂവ് ചെയ്യുന്നതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ഇയേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർത്ത് പോയിൻ്റ് പബ്ലിക് ഹിയറിംഗ്. It provide a legal space for people of area to come face to face with the project proponent and the government and express their concern and views with respect to the proposed project. പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കുമായിട്ട് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് വന്ന് ആ പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കഷൻസ് നടത്തുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഹിയറിംഗ്. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കൂടി കളക്ട് ചെയ്യാം. നോക്കാം. ഇറ്റ് പ്രൊവൈഡ് എ ലീഗൽ സ്പേസ് ഫോർ പീപ്പിൾ ഓഫ് ഏരിയ. ആ പർട്ടിക്കുലർ ഏരിയയിൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ലീഗൽ സ്പേസ് ടു കം ഫേസ് ടു ഫേസ് വിത്ത് ദ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റുമായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് വരാനായിട്ട് ആൻഡ് ദ ഗവൺമെൻറ് ആൻഡ് എക്സ്പ്രസ് ദെയർ കൺസേൺ ആൻഡ് വ്യൂസ് വിത്ത് റെസ്പെക്ട് ടു ദി പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ്. ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എന്താണെന്നറിയാനായിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ലീഗൽ സ്പേസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ലീഗൽ സ്പേസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഏരിയ to come face to face with the project proponent and government and express their concern and views with respect to the proposed project. Next, fifth point, application. The project proponent submit an application for government clearance with MOEF if it falls under project A category. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പ്രൊജക്റ്റുകളെ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന്. ഇപ്പോൾ പ്രൊജക്റ്റ് എയിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് MOEFന് ഗവൺമെൻറ് ക്ലിയറൻസിന് വേണ്ടി പർട്ടിക്കുലർ പ്രപ്പോസൽ കൊടുക്കണം. ദ പ്രൊജക്റ്റ് പ്രൊപ്പോണൻറ്റ് സബ്മിറ്റ് ആൻ അപ്ലിക്കേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് വിത്ത് MOEF ഇഫ് ഇറ്റ് fall under project A category and
or a state government if it fall under Project B category. Project B കാറ്റഗറിയിലാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും പ്രോജക്റ്റ് എ ആണെങ്കിൽ അത് MOEFൻ്റെയിലും ആണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ദ അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റഡ് വിത്ത് EIA റിപ്പോർട്ട്, അതുപോലെ EMP, അതുപോലെ ഡീറ്റെയിൽസ് ഓഫ് പബ്ലിക് ഹിയറിംഗ് ആൻഡ് NOC ഗ്രാൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് റെഗുലേറ്റർ, ഇത്രയും കാര്യങ്ങൾ ഈ അപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. ദ അപ്ലിക്കേഷൻ ഫോം ഈസ് സബ്മിറ്റഡ് വിത്ത് EIA റിപ്പോർട്ട്, അതുപോലെ തന്നെ NOC, അതുപോലെ തന്നെ EMP, ഈ കാര്യങ്ങളൊക്കെ ഈ അപ്ലിക്കേഷൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ഇഷ്യൂ ഓഫ് ക്ലിയറൻസ് ഓർ റിജക്ഷൻ ലെറ്റർ. ഇഷ്യൂ ഓഫ് ക്ലിയറൻസ് ഓർ റിജക്ഷൻ ലെറ്റർ. ഇഷ്യൂ ഓഫ് ക്ലിയറൻസ് ഓർ റിജക്ഷൻ ലെറ്ററിൽ ദ പ്രൊസീജിങ് ഈസ് ഡൺ simultaneously ഫോർ ക്ലിയറൻസ് ഓർ റിജക്ഷൻ ഓൾദോ സെപ്പറേറ്റ് ലെറ്റർ ഈസ് ഇഷ്യൂഡ്. അതായത് ഈ സ്റ്റേജിൽ ആ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ദ പ്രൊസീഡിങ് ഈസ് ഡൺ സൈമിൾട്ടേനിയസ്ലി ഫോർ ക്ലിയറൻസ് ഓർ റിജക്ഷൻ ഓൾദോ സെപ്പറേറ്റ് ലെറ്റർ ഈസ് ഇഷ്യൂഡ്. സെപ്പറേറ്റ് ലെറ്റേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്ലിയറൻസ് ചെയ്യാം. The clearance granted shall be valid for a period of 5 years for commencement of construction or operation of the project. ആ പ്രൊജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷന് 5 years മുമ്പായിട്ട് ക്ലിയറൻസ് ഗ്രാൻറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ടു ദി ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. അപ്പോൾ പ്രൊസീഡിങ്സിൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി ലൊക്കേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്തു. സെക്കൻഡ് സ്ക്രീനിങ്ങിൽ ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് ഏത് കാറ്റഗറിയിലാണോ, അതായത് കാറ്റഗറി എയിലാണോ കാറ്റഗറി ബിയിലാണോ അല്ലെങ്കിൽ കാറ്റഗറി ബിയുടെ ഡിവിഷനായിട്ടുള്ള B1 B2ലാണോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് സ്ക്രീൻ ചെയ്തെടുക്കും. സെക്കൻഡ് സ്റ്റേജിൽ അസസ്മെൻ്റ് ആണ് ചെയ്യുന്നത്, അതായത് ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് അസസ് ചെയ്യും. അത് പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണോ അത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റേജ്. ഫോർത്ത് സ്റ്റേജിൽ പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് കോണ്ടാക്ട്, പബ്ലിക്കിൻ്റെ ഫേസ് ടു ഫേസ് കോണ്ടാക്ട് നടത്തും. എന്നിട്ട് പബ്ലിക്കിന് ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണെന്ന് കളക്ട് ചെയ്യാം. അതാണ് പബ്ലിക് ഹിയറിംഗിൽ വരുന്നത്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ, അതായത് ഈ അപ്ലിക്കേഷൻ കൊടുക്കാം, അപ്ലിക്കേഷൻ കൊടുക്കുക, അതായത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊക്കെ ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ അപ്രൈസൽ, അതായത് ആ പർട്ടിക്കുലർ പ്രൊജക്റ്റിൻ്റെ എൻവയോൺമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യും. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജിൽ ഒന്നില്ലെങ്കിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വി മൂവ് ടു ദി ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്. First objective, the main objective of environmental clearance is to reduce damages. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജസുകൾ റെഡ്യൂസ് ചെയ്യാം. നമുക്കറിയാം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ് ഇവർ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. എൻവയോൺമെൻറ്റിൻ്റെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതിൻ്റെ ഡാമേജസുകളിൽ നിന്നൊക്കെ അതിന് റിലീവ് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. The main objective of environmental clearance is to reduce damages. എൻവയോൺമെൻറ്റിന് ഉണ്ടാകുന്ന എല്ലാവിധ ഡാമേജസുകളും റെഡ്യൂസ് ചെയ്യുക, അതായത് എൻവയോൺമെൻറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. സെക്കൻഡ്, ഇറ്റ് ഓൾസോ നെസസറി ടു സേഫ് ഗാർഡ് ദ എൻവയോൺമെൻറ്റ് ഇൻ ഓൾ വേസ് ത്രൂ എൻവയോൺമെൻറ്റൽ ലോസ് ആൻഡ് പ്രിക്കോഷൻസ്. അതായത് എൻവയോൺമെൻറ്റൽ ലോസിനും അതുപോലെ അതിൻ്റെ പ്രിക്കോഷൻസൊക്കെ നോക്കി എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇറ്റ് ഓൾസോ നെസസറി ടു സേഫ് ഗാർഡ് ദ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഇൻ ഓൾ പോസിബിൾ വേസ് ത്രൂ എൻവയോൺമെൻറ്റൽ ലോസ് ആൻഡ് പ്രിക്കോഷൻസ്. എൻവയോൺമെൻറ്റൽ ലോസും പ്രിക്കോഷൻസൊക്കെ വെച്ച് നമ്മൾ ആ പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് അത് വേറെ എൻവയോൺമെൻറ്റിന് ഹസാഡസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് അല്ലെങ്കിൽ അതിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതുവഴി പ്രൊജക്റ്റ് എൻവയോൺമെൻറ്റിന് എന്താ കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. Third, it helps to assess the impact that the planned development will have on environment and people.
അതായത് ആ പർട്ടിക്കുലർ പ്രൊജക്റ്റ് കൊണ്ട് എൻവിയോൺമെൻറ്റിനും അതുപോലെ തന്നെ പ്യൂപ്പിളിനും ഉള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് അസസ് ചെയ്യാം. It help to assess the impact that the plant development will have on environment and people. എൻവിയോൺമെൻറ്റിനും പ്യൂപ്പിളിനും അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് ഇമ്പാക്റ്റ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഹെൽപ്പ് ടു മിനിമൈസ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് അപ്കമിങ് പ്രൊജക്റ്റിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകൾ കണ്ടുപിടിക്കുക. അത് എൻവിയോൺമെൻറ്റിന് വേറെ ഒന്നും കുഴപ്പമില്ല, അങ്ങനത്തെ കാര്യങ്ങൾ അപ്കമിങ് പ്രൊജക്റ്റിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ടു മോണിറ്റർ ആൻഡ് റിസ്ട്രിക്റ്റ് ഓൾ എൻവിയോൺമെൻറ്റൽ ഡാമേജ്. എല്ലാ എൻവിയോൺമെൻറ്റൽ ഡാമേജുകളെയും അത് മോണിറ്റർ ചെയ്ത് അതിനെ റിസ്ട്രിക്റ്റ് ചെയ്യും, തടയും. അതായത് എൻവിയോൺമെൻറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഡാമേജസുകളൊക്കെ ഒഴിവാക്കുക. അതാണ് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് ടു മോണിറ്റർ ആൻഡ് റിസ്ട്രിക്റ്റ് ഓൾ എൻവിയോൺമെൻറ്റൽ ഡാമേജ്. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഹസാഡസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ റിജക്റ്റ് ചെയ്യുക, ആഡ്യൂക്കേറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അതുപോലെ പ്യൂപ്പിളിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എൻവിയോൺമെൻറ്റൽ ക്ലിയറൻസ് ഇൻ ടു റെഡ്യൂസ് ഡാമേജസ്. It also necessary to safeguard the environment in all possible ways through environmental laws and precautions. It helps to assess the impact that the plant development will have on environment and people. It helps to minimize the negative impact of upcoming project. Fifth point, it helps to monitor and restrict all environmental damage. Next we move to the assignment question. First question, explain the procedure for environmental clearance. Second, what is mean by environmental clearance? Okay, thank you.